പാലക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി വഴി ഗുരുവായൂർ വരെ പോകുന്ന RC 625 ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്തായി പാർക്ക് ചെയ്തിരിക്കുന്നു. കക്കൂസ് കണ്ടിട്ട് ഒരാഴ്ച ആയും തോന്നണം അവനൊക്കെ. ചേട്ടാ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ ചേട്ടാ, ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ? പൈസ തന്നിട്ടല്ലേ നമ്മള് പോണേ. നല്ല വൃത്തിയാക്കിയല്ലേ ഇടുന്നത്. അവിടെ നിന്ന് ചോറിന ഭാഗത്തിന് കഴിവ് വൃത്തിയാക്കി ഇട്ടുന്ന പൈസ തന്നിട്ടല്ലേ പോണേ. നമ്മള് വൃത്തിയില്ലാത്തോണ്ടല്ലേ പറയണേ. അപ്പൊ നിങ്ങളൊന്ന് വൃത്തിയാക്കി ഇട്ടൂടെ? ഒന്നിനല്ലേ പോയത്. ഒന്നിനാണെങ്കിലും നമുക്ക് വൃത്തി വേണ്ട ചേട്ടാ. പൈസ തന്നിട്ടല്ലേ നമ്മള് പോന്നേ. 2 രൂപയല്ലേ നിന്റെ ഒന്ന് മേടിച്ചോളൂ. 2 രൂപയാണെങ്കിൽ നമ്മള് തന്നില്ല ചേട്ടാ. ഒരു കാര്യം ചെയ്യ്, നീ തന്ന 2 രൂപ ഞാൻ അങ്ങ് തിരിച്ചു തരാം. അത് ഒഴിച്ച സാധനം തിരിച്ചെടുത്തോണ്ട് പോവോ? അതെ, അനിയൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഞാൻ ആളെ വെച്ച് വൃത്തിയാക്കി AC ആക്കി വെച്ചേക്കാം നിനക്ക്. പെട്ടെന്നാട്ട് വണ്ടി ഇപ്പൊ പോകും. പെട്ടെന്നാട്ട് പെട്ടെന്നാവാ. 1 2 മനസ്സിലായില്ല. 1 അതെ, 1 2, 2 5. ഇതിൽ 1 2 വേണ്ടത്. 1 2 3 എല്ലാം എടുത്തു. മൂത്രം ഒഴിക്കാനാണോ തൂറാനാണോ? മൂത്രമൊഴിക്കാനാ. പെട്ടെന്ന് അതെ, ചില്ലറയില്ല. ഇതെന്തരത്? 2 രൂപയ്ക്ക് 100 രൂപ ബാക്കി അത് തരയില്ല മോനെ. അത് ചില്ലറ കൊണ്ടുവാ ചേട്ടാ. ഞാൻ പിന്നെ കൊണ്ടുതരാം. പിന്നെ കൊണ്ടുവരാനാ? അത് പലചരക്കട ഇവിടെ കടം പറഞ്ഞിട്ട് പോവാൻ അത് നടക്കൂല. അല്ല, ഞാൻ മൂത്രം വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് കൊണ്ടുതരാം. ഇവിടെ പൈസ ഇവിടെ ഞങ്ങൾ വെള്ളം അത് ഇതെല്ലാം ഉപയോഗിച്ചിട്ടാ ഇതിന് നിങ്ങൾക്ക് സൗകര്യത്തിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ കടം പറയാൻ പറ്റൂല. അത്യാവശ്യമാണ് ചേട്ടാ. നാണമില്ലേ? ചില്ലറ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇതെന്ത് ഡാൻസ് കളിക്കുന്ന പൈസ ചോദിച്ച മൂത്ത് മുട്ടിയിട്ടാന്ന് പൈസ. ഇത് കളിക്കാതെ പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ചുമ്മാ ചേട്ടാ, ഇതൊക്കെ ആണെങ്കിൽ സർക്കാർ ഉണ്ടാക്കി വെച്ചേക്കുന്ന പിന്നെ ആവശ്യങ്ങൾ നിറവേറ്റാനില്ലയോ? അയ്യോ, സർക്കാർ ഉണ്ടാക്കിയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, സെക്രട്ടേറിയറ്റിന്റെ നട വരെ പോ. അവിടെ പോയിട്ട് അവിടെ വിവരം അറിയിച്ചാൽ മതി. അപ്പൊ അവര് വേണ്ട സൗകര്യം അവിടെ ചെയ്തു തരും. ഞാൻ അവിടെ കരാറെടുത്തിട്ടിരിക്കണേണ്. ചേട്ടാ, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. ഗൂഗിൾ പേ? ഓ, ഇനി അടുത്ത പറ്റിപ്പോയിറങ്ങണ്. നീ പോവാൻ നോക്ക. നീ ഇല്ല, അങ്ങോട്ടും മാറി പോ. എന്റെ നട വന്ന് ഞാൻ തൂരി തരും. അവിടെ CC ക്യാമറ വെച്ചിട്ടുണ്ട്. നാട്ടുകാർ മുഴുവനും കാണുകയും ചെയ്യും. ചേട്ടാ, തീപ്പെട്ടി ഉണ്ടോ? എന്തിന് ചേട്ടാ? അത്യാവശ്യം തീപ്പെട്ടി. നീ എന്ത് ചായ ഇടാൻ കയറിയെന്നല്ലല്ലോ ചേട്ടാ. അതല്ലേ ഇനി വലിച്ചാലേ പോവുള്ളൂ, അതുകൊണ്ടാണ്. എടേ, ഇവിടെ ഇതഞ്ഞ് ഇറങ്ങി നോക്കിയാണ് ബോർഡ് നോക്ക്. എഴുതി വെച്ച് ഈ അവസ്ഥയിൽ എങ്ങനെ ഇറങ്ങി വരാ? ഇവിടെ പുക വലിക്കാൻ പാടില്ല. നോ സ്മോക്കിംഗ് ബോർഡ് വെച്ചിട്ട് ഇതിനകത്ത് ഇവിടെ വലിക്കാൻ പറ്റൂല. ചേട്ടാ, ഇനി വലിക്കാൻ പോവില്ല. ചെറുക്ക പറയണ നീ മറ്റേ പോണേ പോ, അല്ലെങ്കിൽ ഇറങ്ങി പോവാൻ നോക്ക്. പോ. ഞാൻ ഇവിടെ ഇറങ്ങൂല. നീ ഇറങ്ങണ്ട. അതിനകത്ത് കിടന്നേ പോണ്ട. ഇതിനകത്ത് കിടക്കട്ടെ. ഞാനും പോണില്ല. കുറെ നേരമായില്ല. ഹലോ, കഴിയാറായോ? അനിയ കഴിയാറായ? നീ അതിനകത്ത് പോയാ എന്തായി? നീ ഇറങ്ങ. പോവാൻ പറ്റില്ല. പോവാൻ പറ്റില്ല. നീ ഇവിടുന്ന് പോവാൻ നോക്ക്. പോ ചേട്ടാ, ഒരു തീപ്പെട്ടി ഉണ്ടെത്താ, അല്ലെങ്കിൽ പൈസ ഞാൻ തിരിച്ചു പോവാം. പൈസ നീ ഇത്ര നേരം അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്താ? പോവാൻ പറ്റാതെ പിന്നെ ഞാൻ നടക്കൂല. എന്ത് കഷ്ട കൊള്ള പലിശയാണ് നിങ്ങൾ ഇവിടെ തട്ടിപ്പറിക്കുമെന്ന് തോന്നുന്നു. മനുഷ്യനൊരു സൗകര്യം ചെയ്തു കൊടുക്കാന്ന് വെച്ചാൽ ഇതൊക്കെ എന്ത് അഹങ്കാരമാണ്. എന്താണ് ഉണ്ണി? 2 ദിവസമായി വയറ്റുന്ന ഒരു എരിച്ചല്, പിടിച്ചല്, ഒരു കരച്ചല്. അതെ, മര്യാദക്ക് അറിയുന്നില്ല. നിലവിളിയുണ്ടാ? ഒരു കാര്യം ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ചതച്ചിട്ട് വിഴുങ്ങോ, ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അങ്ങ് വിഴുങ്ങ. നല്ലതാണ്. മാറും. ഒരു ഗ്ലാസ് കൂടെ ആക്കി വെക്ക്. അടുത്ത ട്രിപ്പ് എന്റെ ഇങ്ങോട്ട് വരാം. ഇവിടെ നന്നായിരിക്കും. ഷുഗർ ഉണ്ട്.
നല്ലോണം വെള്ളം കുടിക്കണം പറഞ്ഞു. ഇത് എന്താണിത്? നിങ്ങൾക്കിത് ഉദ്യോഗസ്ഥർക്ക് സൗജന്യമാണെന്നും പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒരു ദിവസം ഒരു 7 പ്രാവശ്യം ഉണ്ണിനകത്ത് പോകുന്നുണ്ട്. മൂത്രത്തിന് എത്രവശ്യം മേടിക്കുന്നേ? മൂത്രത്തിന് 2 2 ശരിക്കും അത് അധികമല്ലേ ഇത് ശരിക്കും? ചിലവർ ജസ്റ്റ് ഒറ്റിച്ചിട്ട് പോകും, ചിലപ്പോൾ നറോടിച്ചിട്ട് പോകും. ഇത് നഷ്ടാ. കക്കൂസ് പോനോ 5 മണ്ടത്തരാണ് ശരിക്കും. ഈ കക്കൂസ് പോകുന്നവൻ അറിയാണ്ട് മൂത്രവും പോകും. അങ്ങനെ സംഭവം. അപ്പൊ 7 ഉറുപ്പ്യ മേടിക്കുന്നതിന് ഒന്നും പറയില്ല. അവർക്ക് കാര്യം അറിയാം. 7 ഉറുപ്പ്യ മേടിച്ചാൽ മുതലാവും. ശരിയാ. ആ പിന്നെ എന്തൊന്ന്? അതെ, ആ ഈ വെള്ളം ഒഴിച്ചാ വെള്ളം അടുത്തോൻ വരൂലേ? ഓന് വിൽക്കൂലേ? മര്യാദക്ക് ഒന്ന് മേടിക്കേണ്ട പൈസയില്ലടോ. ഇതില്ല, തീപ്പട്ടിയില്ല. അതിനപ്പോ ഒരു ചെക്കനായിട്ട് ഇവിടെ നടക്കാം. അതെ, ഇവിടെ തീപ്പട്ടി ഇല്ല. വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യാന്നോ? ഓയിൽ ചേഞ്ച് എനിക്ക് അങ്ങനെ ചെയ്ത പോലെ ഹരീസ്, അതിനെ എന്തിനാ എന്നെ വിളിക്കണേ? ഞാൻ ഒറ്റക്ക് എങ്ങനെ ചെയ്യണോ? പിന്നെ 40 ആൾ വേണോ ഓയിൽ ചേഞ്ച് ചെയ്യാൻ? എത്ര കാലം ഇവിടെ പണിയെടുക്കണേ? അല്ലാണ്ട് മാണ്ടാത്ത വർത്താനം പറയാ. നല്ല പോലെ കിടന്നിറങ്ങണോ വന്ന് വിളിച്ചിട്ട് വന്നെ ആ ടയർ ഇപ്പൊ ഇവിടെ കൊണ്ടിട്ടേ. നിങ്ങള് പഠിച്ച് പണി പഠിച്ചെല്ലാം കൊണ്ട് കീഴ്പ്പെട്ടാ വരുന്ന എല്ലാവരും കൂടെ. രാജീവനവിടെ? രാജീവോട് ഫോൺ ചെയ്യാം. ആ ഇതന്നെയാണ് നിങ്ങളെ കുഴപ്പോ. എല്ലാവരും ഇപ്പൊ ഫോണിലാ. ഒരാളും മര്യാദയ്ക്ക് ഇവിടെ പണിയെടുക്കില്ല. എന്റെ കല്യാണം ഉറപ്പിച്ച്. ആ അതന്നെ പറഞ്ഞേ. അല്ല അത് വേണ്ട, നല്ലപോലെ കിടന്നുറങ്ങുക മനുഷ്യ. അതിനിടക്ക് ഇപ്പൊ അതിന്റെ പണിയെടുക്ക പോയിട്ട്. അല്ലെങ്കിൽ ഈ എന്തിനാ ഇങ്ങനെ സുസ്കാന്തി കാണിക്കാം? എനിക്ക് പ്രാവശ്യം നമ്മളെ കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനാണ് ആർക്ക് വേണ്ടി ഈ എങ്ങനെ സുസ്കാന്തി അടിക്കണേ? ആ തോന്നുമ്പോ മാറ്റിയാൽ മതി ഓയിൽ. ആരെയാണ് പോയിരിക്കും. ഞാൻ കുറച്ചേരം കൂടി കിടക്കട്ടെ. ഇതാ അവിടെ മൊയ്തുക്ക എല്ലാം നടക്കോ? ഇത് ഒന്നും നടക്കൂല മോനെ. നിങ്ങൾ ആ വണ്ടി ഒന്ന് ശരിയാക്കുന്ന, എനിക്ക് വണ്ടി എടുത്തിട്ട് പോകണ്ടേ? ആ അത് നടക്കൂല മോനെ. പിന്നെന്താ ചെയ്യണ? നടക്കൂല, താനല്ലേ ഇവിടെ. എന്തൊരു കഷ്ടമാണ് ഇത്. ആളുകൾ വന്ന വണ്ടി ചോദിച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കണ്ടേ? അപ്പൊ വണ്ടിക്ക് ഇപ്പൊ ഗിയർ ബോക്സ് ഇല്ലാത്ത വണ്ടി പോവോ? അന്റെ വർത്താനം കെട്ടപ്പെടാ 150 ഗിയർ ബോക്സ് ഉള്ള മാതിരിയാണല്ലോ. ഞാൻ എന്തെടുത്താ മാറ്റി തരാ? ഇനിയിപ്പോ എന്താ ചെയ്യണത്? എന്താ ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഗിയർ ബോക്സ് മേടിച്ചു തരാന്നുള്ളത്. അത് ഇല്ലെങ്കിൽ ഞാൻ എന്താക്കും? ഞാൻ അണ്ണാക്കുന്ന എടുത്ത് വെച്ചു തരില്ല. സത്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് എന്താ പണി? അപ്പൊ ഒരു പണിയില്ല. ഈ ഒന്ന് ആലോചിച്ച് നോക്കരുത്. ഇതുണ്ട് ഈ കണ്ട ടൂൾസ് ഒക്കെ ഞാനിവിടെ പണിയെടുക്കാൻ തുടങ്ങിയുള്ള കാലത്തെ ടൂൾസാ. അതിന്റെയൊക്കെ പല്ല് വരെ പോയിക്കണം. ഇതൊന്നും എടുത്ത് ഞാനായതുകൊണ്ട് അതുകൊണ്ടൊക്കെ പണിയെടുക്കണേ. അറിയാമെങ്കിൽ നിങ്ങൾക്കും പല്ലില്ലല്ലോ, നിങ്ങളും പഴയ ആളല്ലേ. ടൂൾസ് ഒക്കെ ധാരാളം. വല്ലാണ്ട് തമാശ കളിക്കല്ലേ? ഹരീഷ 10 ദിവസത്തെ പണി എടുക്കടാ പോയി കല്ല് കളിക്കാതെ. അല്ല ഇവിടെ ഇരുന്ന് കൊത്തക്കല്ല് കളിക്കാം. എന്നോടല്ല ഞാൻ പോയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞേ. മൊയ്തിക്കല്ല എന്നോട് പറഞ്ഞു അവിടെ പോയി ഇരിക്കാനായിട്ട്. അത് കേട്ടപ്പാടൊന്ന് കുത്തിരുന്നേ അല്ലേ? പോയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം. ആ ക്ലോത്ത് കൂടെ ഉണ്ടാ തരാൻ പറഞ്ഞ റിയലാണല്ലേ? എന്റെ മൊയ്തൂക്ക നമ്മ ഉള്ളവരെല്ലാരും കൂടി ഒന്ന് ഉത്സാഹിച്ച് പൊക്കിയെടുത്താലേ ഈ സ്ഥാപനം ഒന്നും ഉണരുള്ളൂ. ആ നിങ്ങൾ ഉത്സാഹിച്ചാൽ മതി. ഞാൻ കൊറേ ഉത്സാഹിച്ചാണ് വിചാരിയെ. വെറുതെ അല്ല ശമ്പളം കിട്ടാതൊക്കെ പട്ടിണി കിടന്ന് ചാകണത്. അത് ശരി. ഇപ്പൊ എന്റെ കുഴപ്പം കണ്ടാ ഈ പറയണേ? അത് നിങ്ങൾ ഉള്ളവർ ആ ബസ് ശരിയാക്കി എനിക്ക് ആ സമയത്ത് എടുത്തിട്ട് പോയിക്കൂടെ? കണ്ടില്ലേ ഓരോന്നുള്ളപ്പോ ഒരുത്തിന് എണീറ്റ് പോയത് കണ്ടില്ലേ? 5 എണ്ണം ഇവിടെ ഉമ്മാര് പണിയെടുക്കാൻ. ഓരോറ്റ ഒന്നിനും ഉത്തരവാദിത്തമില്ല. ഒക്കെ മൊബൈൽ കളിച്ച് നടക്കുക. അപ്പൊ അല്ല ഓരെ പറഞ്ഞതിനും കാര്യമില്ല. മാസത്തിൽ ശമ്പളം കൊടുക്കണേ, കുടുംബം പോറ്റണ്ടേ? ഇപ്പൊ ഈ ഗിയർ ബോക്സിന്റെ കാര്യത്തിൽ എന്താ ചെയ്യണം? ഗിയർ ബോക്സിന്റെ കാര്യത്തിലേ ഈ ഒരു 15 മിനിറ്റ് കുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഒപ്പിച്ചുതരാം. എന്ത്? അത് നെടുമ്പക്കാരത്ത് ഒരു വണ്ടി വരണ്ട് 17-15. അതിന്റെ ഗിയർ ബോക്സ് എടുത്ത് എനിക്ക് വെച്ചുതരാം. അപ്പൊ അതിന് തിരിച്ചു പോകണ്ടേ? അതുകൊണ്ട് അത് 5 മണിക്ക് ഏറ്റുള്ള വണ്ടിയാ. അതേപ്പോ മാർഗമുള്ള വേറെ മാർഗമില്ല. എന്താ കാട്ടുക? ഇതേടെ പോയത് എന്നാലും നമുക്കറിയണല്ലോ. ചെറിയ തീപ്പെട്ടി പോലത്തെ സാധനം പറക്കെ കൊണ്ടുപോകുന്നതായിരിക്കാം. 32-62 പോയത്. 32-62 പോയത്. 32-62 നിന്റെ ബസ്സല്ലേ? എന്റെ ഡ്യൂട്ടി ബസ്. അതൊരു 10 മിനിറ്റ് മുമ്പ് ജോർജിയാറിനെ എടുത്തോണ്ട് പോണണ്ടല്ലോ. അപ്പൊ നീ എവിടെ പോയിച്ച്? എന്ത് പറയുന്നത്? എന്റെ ഉണ്ണിക്ക് ആ ബസ്സിലെ കണ്ടക്ടർ അല്ലേ? അതിന്റെ അകത്ത് കയറുന്ന ആളെ ഇനി ആരാ അതിന്റെ അകത്ത് ടിക്കറ്റ് കൊടുക്കുക? എന്റെ മൊയ്തൊക്കെ ഞാൻ ക്യാൻറ്റീനമ്മ ഒന്നിച്ചുണ്ടായിനി. ഓന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് വണ്ടി നിർത്താൻ പറയും. അപ്പൊ എന്നല്ലേ കിട്ടല്? അതെങ്ങനെ ഓന്റെ മൊബൈൽ വിളിച്ച് അന്നെ കിട്ടിയത്? ഓന്റെ മൊബൈൽ എന്റെ കൈമേ പോയി. അതെങ്ങനെ? അത് പക്ഷെ എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പൊ ഒന്ന് ഫോൺ വിളിച്ചു. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. പിന്നെ മൂപ്പറെ കാണുന്നില്ല.
ടൈമില്ലേ എല്ലാറ്റിനും ഇങ്ങനെ കീഞ്ഞ് പായല ബസ്. ഈ ചാനലില് കളക്ഷനില് നിന്റെ ശമ്പളത്തിൽ കുറക്കും. നീ പോയി വണ്ടി പിടിക്കാൻ നോക്ക്. എന്റെ ഉണ്ണിയ വണ്ടി പോണ സമയമാകുമ്പോ വാച്ചിൽ നോക്കണ്ട. ഇങ്ങനെ നീ പറഞ്ഞ വാച്ച് നിന്നിട്ട് 2 ദിവസമായില്ലേ? വാച്ചിൽ നിന്ന് ഓന്റെ മൊബൈൽ എന്റെ കയ്യിലും. എന്തിനാ പണിയെടുക്കണേ KSRTC പഠിപ്പിക്കാനായിട്ട്? ഞാൻ പോയിട്ടൊക്കെ വണ്ടി ഇപ്പൊ അങ്കമാലിലെത്തിണ്ടാവും. നീ ട്രെയിനിന് നടന്ന ഓരോ വർത്താനം പറഞ്ഞ് എന്റെ 10 പൈസ ഇല്ല. നീ ഒരു 100 പോട്ട് എന്തൊരു കഷ്ടം. എന്റെ കയ്യില് പൈസ ഒന്നുമില്ല. ഇല്ല മതി. അല്ലാത്ത ജാതിയാണ്. ഇവനൊക്കെ ആരാണ് കണ്ടക്ടറാക്കിയത് KSRTC-യില്? ബസ്സില് ടിക്കറ്റ് എടുക്കണ്ടോ പുറകെ വണ്ടി വിളിച്ചു പോകും. എങ്ങനെ നന്നാവാൻ? നിർത്തിക്കോ വെക്കാം. സത്യനാണ്. 1 ലക്ഷം മുതൽ തുടങ്ങണം, എന്നാൽ 5 കിട്ടും. ഒക്കെ ഞാൻ പറഞ്ഞോളാം. എന്റെ അച്ഛനുള്ളപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. ബംബിശിക്കാനാ സത്യ സത്യ എവിടെയാ ചോക്കാൻ ഇരിക്കണത്? എന്തിനാ അവിടെ നിൽക്കണത്? നമ്മുടെ വീട് തന്നെയല്ലേ? സത്യ എന്താ ഇവിടെ ഇരിക്കും? ഇനിയിപ്പോ ശീതളന്മാരാണ്. മനസ്സിലായോ? ഇല്ല. താൽസുവിന്റെ മൂത്ത മോനാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓ അത് ശരി. കാര്യത്തിലേക്കായിട്ട് ഞാൻ ഒന്ന് വിളിക്കുകയാണ്. എന്താ ഇവിടെ നാട് വരാറുന്നില്ലേ? വിളിക്കുമായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒന്നും കാര്യത്തിന് ഒരു കാര്യം നടക്കണില്ല. ഞാനേ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ. ഇത് വന്ന് കിടന്നതേ ഉള്ളൂ. അപ്പളേക്ക് രാവിലെ ഓരോരുത്തർ വരികയാണ്. ഒരാള് വന്നിപ്പോ പോയേ ഉള്ളൂ. അപ്പളേക്ക് ശീതളമാല വന്നോണ്ട് പറയല്ലോ കേട്ടോ. ഞാൻ വന്നത് എന്താ വെച്ചാല് നമ്മുടെ കുടുംബക്ഷേത്രത്തിന്റെ 1-2 വർഷമായില്ലേ അതൊക്കെ മുടങ്ങി കിടക്കണോ? ഒന്നും ജയിലൊന്നും ഇല്ലല്ലോ. ഈ വർഷം ഒന്ന് ഗംഭീരായിട്ട് നടത്തുണ്ടോ? കുറച്ച് കലാപരിപാടികളും ഒക്കെ ആയിട്ട് ഒന്ന് നന്നാക്കി ചെയ്യണം. വേണേ അതൊക്കെ വേണം, എന്നാലേ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു ദിവസത്തെ പരിപാടിയായിരുന്നു. ഇപ്പൊ അതൊന്നും പറ്റില്ല. ഇല്ല. ഒരു 1-2 ദിവസം പരിപാടികളായിട്ട് 2 ദിവസത്തെ ദിവസം വേണ്ട, അല്ലാണ്ട് തീരില്ല. ചാക്യാറ് കൂത്ത് വിളിക്കുന്നുണ്ട്. അത് ചാക്കാറ് കൂത്തൊക്കെ എന്തിനാണ്? അത് ഈ വിളിക്കണ ഇപ്പൊ നമ്മള് ക്ഷേത്രകല എന്തെങ്കിലും ഒന്നും വെക്കാണ്ട് പറ്റില്ല. അപ്പൊ കഥകള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വായും പൊളിച്ചിരിക്കാന്നല്ലാണ്ട് മനസ്സിലാവില്ലേ? ആർക്കൊന്നും മനസ്സിലാവും. ചാക്യാർ കൂത്താകുമ്പോ ഈ ഇരിക്കുന്നവരോടൊക്കെ എന്തിനൊക്കെ തമാശ പറഞ്ഞിട്ടേ അവർക്ക് ഒരു രസാക്കുമല്ലോ. എന്നാ പിന്നെ പൊറാട്ട് നാടകം വെച്ചാ മതിയല്ലോ. ഈ ക്ഷേത്രകല എന്തിനും വെക്കാണ്ട് അങ്ങനെയാണ്. അത് ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ ഒന്നങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ പറയുന്ന അവർക്ക് എല്ലാവർക്കും ചാക്യാർ കൂത്ത് അതൊന്നും അല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി എന്തിനും വെക്കണം എന്ന് പറയണു. ഇനിയും പരിപാടിയോ? അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്താ എങ്ങനെയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഗാനമേള വെക്കണം. ഗാനമേളയോ? ആരെ എന്നിട്ട് ഗാനമേളക്ക് വിളിച്ചത് നിങ്ങള്? ഡിക്സൺ കുന്നുമ്മേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തുണ്ടല്ലോ, നല്ല ഗംഭീരനാണ്. ഡിക്സൺ? ഡിക്സൺ കുന്നുമ്മേൽ. ചുവന്ന കുപ്പായൊക്കെ ഇട്ടിട്ട് കറുത്ത പാന്റും വെള്ള ഷൂവും ആ തൊപ്പിയൊക്കെ വെച്ചിട്ട് ആ പാട്ട് പാടുന്ന ആളല്ലേ? അവന്റെ ഫോട്ടോ കണ്ടു ഞാൻ. എനിക്ക് അവനെ കണ്ട ഛർദിക്കാൻ വരും. എന്തിനു നീ ഛർദിക്കണം? അയ്യേ കൊള്ളൂല, അവൻ വേണ്ട. എന്തിനാണ്? അത് ചെറുപ്പക്കാരൻ. നീ കാണണ്ട, നീ ആ ചാക്യാർ കൂത്ത് കണ്ടാ മതി. അല്ല ശീതളമാവാ, ഇതിനൊക്കെ പൈസ വേണ്ടേ? ഈ 2 ദിവസത്തെ വലിയ വലിയ പരിപാടിയൊക്കെ വെച്ചിട്ട് പൈസ ഇല്ലാണ്ട് പിന്നെ ചാമയ്ക്ക് നടക്കുവോ? അതൊക്കെ ചെയ്യണോ? എങ്ങനെയാ പിരിക്കാണ്? നോക്കാന്നേ ഇപ്പൊ ചെയ്യണ്ടെന്നൊക്കെ ആലോചിക്കണം. അതൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താപ്പോ നിന്റെ വർഷത്തുനിന്ന് ഇപ്പൊ എന്താ ഉള്ളത് വെച്ചാൽ അതൊന്ന് പറയാ. ഞാനെന്താ, ഞാൻ ഇപ്പൊ നടക്കണ പരിപാടിയിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭാവന ഞാനെന്തായാലും 10-100 ഉറുപ്പ്യ. എന്താ തമാശയൊക്കെ നന്നായി. തമാശ അത്രയൊക്കെ പറ്റുള്ളൂ. അതൊന്നും നടക്കില്ല. 250 എഴുതുക. അതേ നമ്മുടെ കുടുംബത്ത് ഉള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ എന്തൊരു മാസ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരാദ്യം കാണുക. അതുകൊണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നീ ഇപ്പൊ ഞാൻ വേറൊന്നും പറയുന്നില്ല. 2 കാര്യങ്ങൾ
ഒന്ന് ഇപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഗാനമേള എന്ന് പറഞ്ഞല്ലോ, അതും പിന്നെ അന്നദാനവും കൂടിയിട്ട് നീ ഏറ്റെടുക്കുക. അതെ അല്ലല്ല നിങ്ങള് എനിക്ക് എവിടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ വിചാരം? KSRTC-ലാണ് ഞാൻ പണിയെടുക്കണത്. എന്താണ് ഇത്രയും വലിയ ഇപ്പൊ ട്രെയിൻ കഴിഞ്ഞാ പിന്നെ ഏറ്റവും വലിയ വണ്ടി ഏതാ? അതുകൊണ്ട് കാര്യമില്ല, ശമ്പളം ഒന്നുമില്ലേ, ശമ്പളം കിട്ടണില്ല. ഇനി എങ്ങാനും കിട്ടുകയാണെന്ന് വെച്ചാൽ തന്നെ പകുതി കിട്ടും. അങ്ങനെയൊക്കെയാ പോണത്. എന്തൊക്കെയായി പറഞ്ഞത് ഇപ്പൊ എങ്ങനെയപ്പോ നോക്കാ പാടാ, ഞാൻ എങ്ങനെയാ ഇതൊക്കെ നടത്തണ്ടെന്ന് ഇപ്പൊ എനിക്ക് പെടുത്തല്ല. അപ്പൊ പറ്റണ രീതിയിൽ നടത്തുക, അതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാ, അവന്റെ സ്ഥിതിഗതികളൊക്കെ കേട്ടുള്ളതൊന്നും പുറത്തു പറഞ്ഞാൽ വിശ്വസിക്കില്ല. സത്യമാണ് ഈ പറഞ്ഞത്, അവൻ നുണ പറയില്ല, സത്യാവസ്ഥയാണ് ആ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഒരു 5000 ഉറുപ്പ്യ അങ്ങോട്ട് എഴുതി കൊടുക്കും. മതി, അത് മതി, ബാക്കിയൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇല്ല, ഒരു 500 അതൊക്കെ നിനക്ക് പറ്റും. ദേവിയുടെ കടാക്ഷം ഉണ്ടായ പോലെ പറ്റും. ദേവിയുടെ കടാക്ഷം കണക്ക് തന്നെയാണ്. അതൊക്കെ കിട്ടും, നീ ഉണ്ടാണ്ട്. ഇത് ഞാൻ അന്നദാനത്തിനായിട്ട് തന്നെയാണ് വെക്കണത്, അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. 5000 ഉറുപ്പ്യ ഞാൻ തരണ്ടേ? അത് തരാണ്ടൊന്നും പറ്റില്ല, ഉണ്ടാണ്ട് കാട. അല്ലാണ്ട് ദേവൂടെ ഉണ്ടാക്കണം ഞാനെല്ലാം കൂടി. അപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ ആവട്ടെ. അവളെവിടെ കുളിക്കണേ? കുളിക്കുക. സമയം 10-12 മണിയായി. ഇനിയിപ്പോ എന്നാ വേറൊന്നുമില്ല, അപ്പൊ പറഞ്ഞു പോയി. ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാം. കുറെ നാളായില്ലേ വന്നിട്ടൊക്കെ, ആ കൊണ്ട് വെച്ചുണ്ടാക്കിയത് കഴിച്ചിട്ടൊക്കെ കുറെ നാളായി.